ആക്രമിച്ചു കീഴടക്കാൻ പറ്റില്ലെന്ന് ബോധ്യമായതോടെ ആഭ്യന്തര സംഘർഷമുണ്ടാക്കി ആ രാജ്യത്തെ തകർക്കാനാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രായേലും ശ്രമിക്കുന്നത്. ഇവിടെ അവർ എല്ലാ വശങ്ങളിൽ നിന്നും ഇറാനെ ഉപരോധിക്കുകയാണ്. ഉപജീവന മാർഗത്തിന്റെ കാര്യത്തിലും സാംസ്കാരികമായും രാഷ്ട്രീയമായും സുരക്ഷാപരമായും അമേരിക്കയും ഇസ്രായേലും നിരന്തരം ഇറാനിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ 6 മാസം മുമ്പ് നടന്ന ഈ രാജ്യങ്ങളുടെ ആക്രമണത്തെയും അട്ടിമറി ശ്രമത്തെയും അതിജീവിച്ച ഇറാൻ ഈ പുതിയ വെല്ലുവിളികളെയും അതിജീവിക്കുമെന്ന് തന്നെയാണ് ഇറാനെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾ ഇപ്പോഴും കരുതുന്നത്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഫ്ലോറിഡയിൽ ചർച്ച നടത്തുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഇറാനിൽ സർക്കാർ വിരുദ്ധരും രംഗത്തിറങ്ങിയിരിക്കുന്നത്. അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ഉപരോധം മൂലം ബുദ്ധിമുട്ടുമ്പോഴും രാജ്യതാൽപര്യം മുൻനിർത്തി മുട്ടുമടക്കാൻ ഇറാൻ ഭരണകൂടം തയ്യാറായിരുന്നില്ല. ഇതുതന്നെയാണ് ഇറാനിൽ ആഭ്യന്തര സംഘർഷത്തിനും വഴിമരുന്നിട്ടിരിക്കുന്നത്. ദേശീയ കറൻസിയുടെ തകർച്ചയ്ക്കും മോശം സാമ്പത്തിക സാഹചര്യങ്ങൾക്കുമെതിരെ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിഞ്ഞ 2 ദിവസമായി വലിയ പ്രകടനങ്ങളാണ് നടന്നത്. ഇതിനു പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിനും അമേരിക്കൻ ചാരസംഘടനയായ CIA-ക്കും വലിയ പങ്കുള്ളതായ റിപ്പോർട്ടുകളും ഇതിനകം പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെതിരെ ജാഗ്രത പുലർത്താൻ ജനങ്ങളോട് ആഹ്വാനം ചെയ്ത ഇറാൻ ഭരണകൂടം ഇറാനികളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. തന്റെ സർക്കാരിനോട് പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ കേൾക്കാൻ ഇറാൻ പ്രസിഡന്റ് തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞായറാഴ്ച മുതൽ തലസ്ഥാനത്ത് കടകൾ അടച്ചിട്ട് തെരുവുകളിൽ പ്രകടനങ്ങൾ സംഘടിപ്പിച്ച പ്രതിഷേധക്കാരുടെ ആശങ്കകളും ഇറാൻ പ്രസിഡന്റ് പെസഷ്കിയാൻ അംഗീകരിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ഉപജീവന മാർഗമാണ് എന്റെ ദൈനംദിന ആശങ്ക. പെസഷ്കിയാൻ എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ്. പ്രതിഷേധക്കാരുടെ ന്യായമായ ആവശ്യങ്ങൾ അവരുടെ പ്രതിനിധികളുമായി സംഭാഷണത്തിലൂടെ കേൾക്കാൻ ആഭ്യന്തരമന്ത്രിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് യഥാർത്ഥ കാരണം പാശ്ചാത്യ ശക്തികളാണ് എന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും പ്രസിഡന്റ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിലെ പ്രതിസന്ധി മറികടക്കാനും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും അജണ്ട പൊളിക്കാനുമായി വിവിധ പദ്ധതികൾക്കും ഇറാൻ ഭരണകൂടം ഇതിനകം തന്നെ രൂപം നൽകിയിട്ടുണ്ട്. പണ ബാങ്കിംഗ് സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിനും ജനങ്ങളുടെ വാങ്ങൽ ശേഷി സംരക്ഷിക്കുന്നതിനുമുള്ള അടിസ്ഥാനപരമായ നടപടികൾ സ്വീകരിക്കാനാണ് പുതിയ നീക്കമെന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്കൻ ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ മൂല്യം റെക്കോർഡ് രൂപത്തിൽ താഴ്ന്ന നിലയിലേക്ക് ഇടിഞ്ഞതിനെ തുടർന്നാണ് ടെഹ്റാനിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടത്. അമേരിക്കയും അവരുടെ പാശ്ചാത്യ സഖ്യകക്ഷികളും ഉപരോധങ്ങളും നയതന്ത്ര സമ്മർദ്ദവും കൂടുതൽ ശക്തമാക്കുകയും ഇസ്രായേലുമായുള്ള മറ്റൊരു യുദ്ധഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നതിനാലാണ് സമീപ ആഴ്ചകളിൽ റിയാലിന്റെ മൂല്യം അതിവേഗം ഇടിഞ്ഞതെന്നാണ് സാമ്പത്തിക വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. ടെഹ്റാനിലെ ജോംഹൌരി പ്രദേശത്തും ഗ്രാൻഡ് ബസാറിലും പരിസരത്തുള്ള 2 പ്രധാന ടെക് മൊബൈൽ ഫോൺ ഷോപ്പിംഗ് സെന്ററുകൾക്ക് സമീപമുള്ള കടയുടമകൾ ഞായറാഴ്ച തങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടാണ് തെരുവിലിറങ്ങിയത്. ഇതോടെ തിങ്കളാഴ്ച ഉച്ചകഴിഞ്ഞ് കൂടുതൽ പ്രതിഷേധങ്ങൾ നടക്കുകയായിരുന്നു. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ കലാപവിരുദ്ധ സേനകൾ പൂർണ്ണ സജ്ജരായാണ് നിലകൊണ്ടത്. കണ്ണീർവാതകം പ്രയോഗിക്കുന്നത് ഒന്നിലധികം വീഡിയോകളിൽ നിന്ന് തന്നെ ദൃശ്യമാണ്. അതേസമയം പ്രതിഷേധത്തിന്റെ തുടക്കം എവിടെ നിന്നാണെന്നും അതിന് പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നതിനെ സംബന്ധിച്ചും ഇറാനിലെ അന്വേഷണ ഏജൻസികൾക്ക് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. മൊസാദിലേക്കും CIA-യിലേക്കും തന്നെയാണ് സംശയങ്ങളുടെ മുന നീളുന്നത്. 1979-ലെ വിപ്ലവം മുതൽ രാജ്യം ഭരിക്കുന്ന സംവിധാനത്തോടുള്ള പ്രതിഷേധമോ നിരാശയോ അല്ല പ്രതിഷേധത്തിന് പിന്നിലെന്നും റിയാലിന്റെ അനിയന്ത്രിതമായ മൂല്യത്തകർച്ചയാണ് പ്രതിഷേധങ്ങൾക്ക് പ്രേരകമായതെന്നുമാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കറൻസിയുടെ മൂല്യത്തകർച്ച മാത്രമല്ല ഇറാൻ നേരിടുന്ന വെല്ലുവിളി. പണപ്പെരുപ്പം ഏകദേശം 50%-ത്തിലാണ് എത്തി നിൽക്കുന്നത്. വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിൽ ഒന്നാണിത്. ഉപരോധം കൊണ്ട് അങ്ങനെ ആ രാജ്യത്തെ അമേരിക്ക എത്തിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനു പുറമെ ഇറാൻ രൂക്ഷമായ ഊർജ പ്രതിസന്ധിയും നേരിടുന്നുണ്ട്. ടെഹ്റാനും മറ്റു പല വലിയ നഗരങ്ങൾക്കും വെള്ളം നൽകുന്ന മിക്ക അണക്കെട്ടുകളും കടുത്ത ജലപ്രതിസന്ധികൾക്കിടയിൽ ഏതാണ്ട് ശൂന്യമായ നിലയിലാണുള്ളത്. ഈ അവസരം മുതലെടുത്ത ഇറാൻ ജനതയെ ഭരണകൂടത്തിനെതിരെ തിരിച്ചുവിടാനാണ് അമേരിക്ക ശ്രമിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ശ്രമങ്ങളെയും പരാജയപ്പെടുത്തുമെന്ന വാശിയിലാണ് സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഉയർന്നു പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ ജൂണിലാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനെ ആക്രമിച്ചിരുന്നത്. 12 ദിവസത്തെ ആ യുദ്ധത്തിൽ സിവിലിയന്മാർ, ഡസൻ കണക്കിന് ഉന്നത സൈനിക രഹസ്യാന്വേഷണ കമാൻഡർമാർ, ആണവ ശാസ്ത്രജ്ഞർ എന്നിവരുൾപ്പെടെ 1000-ലധികം ആളുകളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടിരുന്നത്. ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ ഇസ്രായേൽ എന്ന രാജ്യത്തിന് ഇന്നുവരെ അനുഭവിക്കേണ്ടി വരാത്ത കൈപ്പേറിയ അനുഭവമാണ് ഉണ്ടായിരുന്നത്.
ഇസ്രായേൽ അഭിമാനം കൊണ്ട അവരുടെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ തവിട് പൊടിയാക്കിയാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചിരുന്നത്. ഇറാൻ ഒരു ബങ്കർ രാജ്യം അല്ലായിരുന്നുവെങ്കിൽ 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുമായിരുന്നു എന്നത് ലോകം തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യമാണ്. എന്തിനേറെ, ഖത്തറിലെ അമേരിക്കൻ വ്യോമതാവളത്തിൽ വരെ ഇറാന്റെ മിസൈൽ പതിക്കുന്ന സാഹചര്യവും ഈ സംഘർഷത്തിനിടെ സംഭവിച്ചിട്ടുള്ളതാണ്. ഈ തിരിച്ചടിയിൽ ഭയന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയെടുത്ത യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ എത്തിയിരുന്നത്. ലോകത്തിനു മുമ്പിൽ ഇറാന്റെ പോരാട്ട വീര്യം തുറന്നു കാട്ടിയ ഈ സംഭവത്തോടെ നാണം കെട്ടത് അമേരിക്കയും ഇസ്രായേലുമാണ്. ഇറാൻ ഭരണകൂടത്തെ അട്ടിമറിക്കുക, ഇറാനെ നിരായുധരാക്കുക എന്ന ലക്ഷ്യമിട്ട് അവർ നടത്തിയ ആക്രമണമാണ് ഒന്നും നേടാനാകാതെ അവസാനിപ്പിക്കേണ്ടി വന്നിരുന്നത്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് തടയാനായി ഇറാന്റെ ആണവ നിലയത്തിൽ ഇട്ട ബോംബുകൾ വെറുതെയായി. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന് ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ലെന്ന് അമേരിക്കൻ ഉന്നതർക്ക് പോലും തുറന്നു പറയേണ്ടി വന്നതും ഇറാന്റെ തകർച്ച ആഗ്രഹിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് വൻ പ്രഹരമായിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ വീണ്ടും ഇറാനിൽ ആഭ്യന്തര സംഘർഷം ഉണ്ടാക്കാനായി ഇസ്രായേലും അമേരിക്കയും ശ്രമിച്ചിരിക്കുന്നത്. അതിന്റെ തീപ്പൊരിയാണ് ഇറാനിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി കണ്ടത്. എന്നാൽ ആ തീപ്പൊരിയും ഇറാൻ ഭരണകൂടത്തിന്റെ തന്ത്രപരമായ നീക്കത്തെ തുടർന്ന് ഇപ്പോൾ തല്ലിക്കെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യം ഒറ്റക്കെട്ടായി ശത്രുവിന്റെ അജണ്ട തിരിച്ചറിയണമെന്നും അതിനെതിരെ അണിനിരക്കണമെന്നുമുള്ള ഇറാൻ ഭരണകൂടത്തിന്റെ ആഹ്വാനം ജനങ്ങളിൽ വലിയ പ്രതികരണമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അമേരിക്ക, ഇസ്രായേൽ, യൂറോപ്പ് എന്നിവയുമായി ഇറാൻ ഒരു പൂർണ്ണ യുദ്ധത്തിലാണ് എന്നാണ് ലോകത്തോടായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. ഇസ്ലാമിക് റിപ്പബ്ലിക് സ്വന്തം കാലിൽ നിൽക്കാൻ പടിഞ്ഞാറൻ രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലും അവരുടെ ആ സ്വപ്നം സ്വപ്നമായി തന്നെ അവശേഷിക്കുമെന്നാണ് പെസഷ്കിയാൻ തുറന്നടിച്ചിരിക്കുന്നത്.